മാങ്ങയുണ്ടോ വീട്ടിൽ? എന്നാൽ പിന്നെ ഒന്നും നോക്കല്ലേ. ദാ എത്ര തിന്നാലും പൂതി തീരാത്ത നല്ല ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ഐസ് നമുക്ക് വെറും 3 ചീര വെച്ചിട്ട് വീട്ടിൽ റെഡിയാക്കാം. ഒരുപാട് പൈസയൊന്നും കടയിലൊന്നും കൊണ്ടു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ മാങ്ങ ഉണ്ടാവില്ലേ? ഞാൻ ഈ ഒരു മാംഗോ ഐസിൽ തൊടുമ്പോഴേക്കും കണ്ടല്ലോ, നല്ല ക്രീമി ആയിട്ടാട്ടോ നമുക്ക് കിട്ടുക. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ തന്നെ ഇതുപോലെ ക്രീമി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ രാവിലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഐസ് റെഡിയാക്കുന്നത്. ഐസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഐസ്ക്രീമി ടെക്സ്ചറാണ്, നല്ല രുചിയാണ്. അപ്പോൾ നമുക്കിതിലോട്ട് വേണ്ടത് ഏകദേശം ഒരു 4 നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. ഏത് മാങ്ങയാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് റെഡിയാക്കിക്കോളും. ഇതിൽ ഇപ്പോൾ കിളികളൊക്കെ കുത്തിയതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ലത് നോക്കിയിട്ട് ഒരു 4 എണ്ണം നമുക്ക് അങ്ങോട്ട് എടുക്കാം. നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനിപ്പോൾ നമ്മുടെ വീട്ടിലെ ഉമ്മമാർ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് മക്കളൊക്കെ വീട്ടിലുണ്ടാവും. ചെറിയ മക്കൾക്ക് വരെ ഈസി ആയിട്ട് റെഡിയാക്കി ഫ്രീസറിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ഇനി ഉമ്മമാരെയൊന്നും കഷ്ടപ്പെടുത്തണ്ട കേട്ടോ. അപ്പോൾ ഞാനിതാ മാങ്ങയൊക്കെ എടുത്തിട്ട് നമുക്ക് തൊലിയൊന്നും കളയണ്ട കേട്ടോ. തൊലിയൊന്നും കളയാതെ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം കത്തി വെച്ചിട്ട് ഇതിൻ്റെ ഉൾവശത്ത് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് വരയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് താഴെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ മാങ്ങയിലുള്ള ഫുള്ള് കാമ്പ് നമുക്ക് നല്ല ഈസി ആയിട്ട് സ്പൂൺ വെച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ മാങ്ങയുടെ തൊലി കളയണമല്ലോ എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട കേട്ടോ. ഈ ഒരു പണി എടുത്തോളൂ. ചില വീട്ടിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവും, നന്നായിട്ട് പഴുത്ത് അങ്ങനെ മുറ്റത്ത് ചാടി കിടക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് എന്ത് സാധനം ഉണ്ടെങ്കിൽ അതിന് യാതൊരു വില ഉണ്ടാവില്ല. ഇല്ലാത്ത സാധനമാണെങ്കിൽ അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോവും. അപ്പോൾ ഉള്ളവരെന്ത് ചെയ്യുക, ഇല്ലാത്തവർക്കായിട്ടിപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും കഴിക്കട്ടെ അല്ലേ. അപ്പോൾ ചിലയിടത്ത് അത്ര അങ്ങോട്ട് മാങ്ങയൊന്നും ഇല്ല കേട്ടോ, ചിലയിടത്ത് പഴുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ മാങ്ങ പഴുത്താൽ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. എവിടെയും ഫ്ലോപ്പ് ആവില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് മാംഗോ ക്രീമി ഐസ് റെഡിയാക്കാൻ പറ്റും. പിന്നെ നല്ല ചൂടല്ലേ, ഈ ഒരു ചൂടത്തൊക്കെ ഇങ്ങനെ ഫ്രീസറിൽ സെറ്റ് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി അത് വേറെയല്ലേ. അപ്പോൾ മുഴുവൻ മാങ്ങയും ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ അണ്ടിയിലുള്ള കാമ്പും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 മാങ്ങ വെച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. മാങ്ങ ഇല്ലാത്തവരെ ഒരു 3 മാങ്ങയെങ്കിലും സംഘടിപ്പിക്കുക പറഞ്ഞാൽ പുറത്തൊക്കെ ഇപ്പോൾ ഈ ചെറിയ ചെറിയ ഗുഡ്സുകളിലൊക്കെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ടല്ലേ. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. 1.5 കിലോ 100, 2 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്നുള്ള മാങ്ങ എന്ന് പറയുന്നത് നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിതിൽ പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ടാണ് ഈ ഒരു ക്രീമി ഐസ് റെഡിയാക്കിയത്. അപ്പോൾ 4 മാങ്ങയും അടിപൊളി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മിക്സിൻ്റെ ജാർ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ ഇതിന് ഒത്തിരി സമയമൊന്നുമില്ല, വെറും 5-6 മിനിറ്റ് മതി നമ്മളിത് തൊലി എത്താനും ഇതൊന്ന് ഐസിൻ്റെ ആ ഒരു മോഡലോട്ട് ഒഴിച്ചു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ വലിയ പണിയാന്ന് കരുതിയിട്ട് ആരും ചെയ്യാതിരിക്കല്ലേ. നേരെ മിക്സിൻ്റെ ജാറിലോട്ട് നമ്മൾ പഴുത്ത മാമ്പഴം ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിലോട്ട് നമ്മൾ 1 കപ്പ് നല്ല ഫുൾ ഫാറ്റി മിൽക്കാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ പാല് ഇനിയിപ്പോൾ നിങ്ങൾ 2 മാങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ 1/4 കപ്പൊക്കെ മതിയാവും. അതനുസരിച്ച് അങ്ങനെ അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഏകദേശം ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ്. ഞാൻ പറഞ്ഞ പോലെ നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ടാണ് പഞ്ചസാരൻ്റെ അളവ് ഞാനൊന്ന് കുറച്ചത്. പിന്നെ നമ്മുടെ ഐസ് നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വാനില എസൻസ് ആണ്. ഇതില്ലെന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കല്ലേ. ഒരു 2 ഏലക്ക എൻ്റെ പൊടിയൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് അടിച്ച് കൊണ്ടുവന്നാൽ മാത്രം മതി നമ്മുടെ ഐസിനുള്ള ക്രീമി ജ്യൂസ് ഇവിടെ റെഡിയാവും കേട്ടോ. നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ അടിയുന്നുണ്ട് കണ്ടല്ലോ. ഇതിങ്ങനെ ജ്യൂസായിട്ട് കുടിക്കാൻ തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്തിരി ബാലൻസ് വന്നപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല കട്ടിയിലായിരിക്കും, ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ പലരും ഇപ്പോൾ പാല് ചേർക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ അപ്പോൾ പാൽപ്പൊടി എന്ന് കരുതണ്ട. പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ നമ്മൾ ഐസ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഐസിനുള്ള
ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാം. ഐസിൻ്റെ മോൾഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മോൾഡ് എടുക്കാം. അതല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ്സോ ഏതിൽ വെച്ചിട്ടോ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൽ നിങ്ങൾ വെള്ളമൊന്നും ഒഴിച്ചിട്ട് പറ്റ ലൂസാക്കി എടുക്കരുത്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ഈ ഒരു ക്രീമി ഐസിൻ്റെ മാംഗോ ഐസിൻ്റെ ഇത് വേണ്ടത് കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊളാക്കി എടുത്താൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ക്രീമി ആയിട്ട് കിട്ടൂല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പർ ഗ്ലാസ്സും ഉണ്ട് മോൾഡും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പേപ്പർ ഗ്ലാസ്സിലൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും മാങ്ങ പഴുത്തിട്ടുണ്ടാവുമെന്ന് കരുതണം കേട്ടോ. നമ്മളവിടേക്ക് അങ്ങനെ ഏകദേശം പഴുത്ത് ചാടി തുടങ്ങി. പെട്ടെന്നായിരിക്കും ഇനി കഴിയണം കേട്ടോ. ഒറ്റയടിക്ക് തന്നെ ആ മരം കാലിയാവും. ഒരു കുഞ്ഞു മൂച്ചയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രാവിലെയൊക്കെ കിട്ടും. ഒരാഴ്ച അതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് കാലിയാവും കേട്ടോ. പെട്ടെന്ന് അങ്ങ് പഴുത്ത് ചാടും. അപ്പോൾ മാങ്ങയൊക്കെ പഴുത്തിട്ട് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രിഡ്ജിലും അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉമ്മമാർ ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്തോളൂ കേട്ടോ. നല്ല രുചിയാണ്. മക്കളൊക്കെ കരയുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എടുത്ത് കൊടുക്കും ചെയ്യാം. നമുക്കും കഴിക്കാമല്ലേ. ഇനിയിപ്പോൾ അതിനൊന്നും വയസ്സും പ്രായം കാര്യമൊന്നും നോക്കണ്ട. എല്ലാവരും റെഡിയാക്കിക്കോളൂ. പിന്നെ നല്ല ചൂടുമാണ്. ഈ ഒരു വേനലൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാതെ പിന്നെ എപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ പേപ്പർ ഗ്ലാസ്സിലൊക്കെ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഹാഫായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. നല്ല കട്ടിയുണ്ട്. ഇനി നമുക്കിതൊരു ഒന്നെങ്കിൽ നിങ്ങൾക്ക് കവർ വെച്ചിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ടോ നല്ല രീതിയിൽ ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു മോൾഡിലോട്ടും ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഏത് മോൾഡിലാണോ ഒഴിക്കുന്നത് അതേ ഷേപ്പിലായിരിക്കും നമുക്ക് ഐസ് കിട്ടുക അല്ലേ. അപ്പോൾ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെതോ ഏത് പാത്രം ഉണ്ടെങ്കിലും ആ ഒരു പാത്രത്തിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ ഐസ് ആയി വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. മുഴുവനായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നമ്മളൊരു സ്റ്റിക്ക് കുത്തി വെക്കണം. എങ്കിലേ നമുക്കിത് കയ്യിൽ പിടിച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഓൾറെഡി ഇതിന്മേൽ തന്നെയുള്ള ഒരു സ്റ്റിക്ക് ഞാൻ ഇതിന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇതിനൊന്നും വലിയൊരു വിലയും കാര്യമൊന്നും ഇല്ല കേട്ടോ. ഓൺലൈനിലൊക്കെ 150 190 രൂപയ്ക്ക് നല്ല അടിപൊളി ഷേപ്പിലുള്ള മോൾഡൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. താല്പര്യമുള്ളവർ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ എവിടെയെന്ന് വെച്ചാലൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടോ. അവിടെയൊക്കെ കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ അടിപൊളി മോൾഡുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നു. ഇത് ഒന്നെങ്കിൽ നമുക്ക് പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് കവർ ചെയ്യണം. ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അഥവാ കറണ്ട് പോയാൽ ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള വെള്ളം ഇതിലോട്ട് ഉറ്റിച്ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനും നമുക്ക് ഐസിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും നല്ല രീതിയിൽ കിട്ടണ്ടേ. ഫ്രിഡ്ജിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സ്മെല്ല് ഇതിലോട്ട് കയറും. അല്ലെങ്കിൽ അപ്പോൾ നല്ല രീതിയിൽ സെറ്റായി കിട്ടാനും അടിപൊളിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു കത്തി വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെയുള്ള സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഐസൊക്കെ കഴിക്കുമല്ലോ. അപ്പം ഞാനിങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ കഴിച്ച് ലാസ്റ്റ് ഇങ്ങനെ കുറേയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കും. നമുക്കിതുപോലെയൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചൂടെ. ഇനി ഇല്ലയെന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. നമ്മൾ തൊടിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈർക്കിളി എടുക്കുക കേട്ടോ. ഈർക്കിളി എടുത്താലും മതി. നല്ല കട്ടിയുള്ള പച്ച ഈർക്കിളി എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. എങ്കിലേ നമുക്കിതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാ നമ്മളിവിടെ 5 പേപ്പർ ഗ്ലാസ്സിലും മോൾഡിലൊക്കെ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. നേരെ നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഉണ്ടാക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈവനിങ്ങിലായിക്കോട്ടെ കേട്ടോ. വൈകുന്നേരമൊക്കെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ രാവിലെ ഒരു ചൂട് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഒരു 10-11 മണിയാകുമ്പോഴേക്കും നമുക്കിത് മക്കൾക്ക് എടുത്ത് കൊടുക്കാം. മറ്റത് മക്കൾ രാവിലെയൊക്കെ നമ്മളിത് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മെച്ചി റെഡി ആയിട്ടുണ്ടോ വെച്ചിട്ട് നമ്മളെ പിറകിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കൂലേ. അപ്പോൾ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കണ്ട. അവർ കാണാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ചെറിയ മക്കളുള്ള വീട്ടിലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഓരോ ഐസും നമ്മളിതാ ഓപ്പണാക്കി രാവിലെയൊക്കെ ഞാൻ 10-11 മണിയായപ്പോഴേക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് ഓരോന്ന് പതുക്കെ ഇങ്ങനെ എടുത്താൽ മതി. എവിടെയും പൊട്ടിപ്പോവാതെ നല്ല അടിപൊളി ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഓരോ ഐസും കിട്ടും. പേപ്പർ ഗ്ലാസ് പിന്നെ മുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതൊന്ന് 2 എണ്ണം കാണാണ്ടാവില്ല. 2 എണ്ണം അരയ്ക്ക് അടിച്ച് മാറ്റി തിന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി 3 എണ്ണമാണ് ഞാൻ ഈ കട്ട് ചെയ്യണത്. അരയ്ക്കെന്നല്ല, കുട്ടികൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഇനി എവിടെ എന്ത് വെച്ചാലും മക്കളെ ഈ ഒരു വെക്കേഷനിൽ പോലെ ഒരു പണി എന്ന് പറയുന്നത് ഫ്രിഡ്ജുമേലാണ് കേട്ടോ. എല്ലായിടത്തും മക്കൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇത് വെറുതെ അടക്കലും തുറക്കലും എന്തെങ്കിലും ഞാൻ എടുത്ത് വെച്ച പോലെയാണ് അവസ്ഥ.
അവരങ്ങനെ തുറന്ന് നോക്കും. കുഞ്ഞു മൂത്തവരായാലും ഇളയവരായാലും എല്ലാവരും സ്വഭാവം ആ ഒരു കാര്യത്തിൽ ഒരുപോലെയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഐസൊക്കെ കണ്ടല്ലോ, നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ ആ ഒരു പേപ്പർ ഗ്ലാസ്സിലൊക്കെ വെച്ചത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഒട്ടി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്രീമി ഐസ്. അതുപോലെ തന്നെ മോൾഡിലൊക്കെ വെച്ചത് പതുക്കെ പതുക്കെ നമുക്കിങ്ങനെ വെള്ളമൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ വലിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടി. ഇതുപോലെയൊക്കെ ഒരു ഐസൊക്കെ കിട്ടിയാൽ ആർക്കേക്കാരത് ഇഷ്ടമല്ലാത്ത. അതിന് ഒരു ഐസും ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ തിന്നാൻ വയസ്സും പ്രായമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഓരോന്നും എടുത്താൽ മതി കേട്ടോ. എല്ലാം ഒപ്പം തന്നെ എടുക്കണം എന്നില്ല, ആവശ്യാനുസരണം ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം. പിന്നെ ഇപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂടാണല്ലേ. ഈ ഒരു ചൂടത്തൊക്കെ ഇതുപോലെയൊക്കെ 1, 2, 3 മൂന്നിലൊന്നും നിൽക്കില്ല കേട്ടോ. അപ്പോൾ മാങ്ങയ്ക്ക് ഒത്തിരി കയ്യിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തോളൂ. ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടത്തോടു കൂടി ഇഷ്ടം പോലെ കഴിക്കാം അല്ലേ. നല്ല രുചിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാം. ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് തരണേ. അപ്പോൾ മൂപ്പരിതാ വെയിലത്തുനിന്ന് ഓടി വന്നിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും. ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.